ഹലോ, ഈ വർഷത്തെ ജെഇ അഡ്വാൻസ്ഡ് എക്സാമിന്റെ ഇൻഫർമേഷൻ ബ്രോഷർ റിലീസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ വർഷം നിങ്ങൾക്കറിയാം ജെഇ അഡ്വാൻസ്ഡ് എക്സാമിൽ വലിയ 2 മാറ്റങ്ങളാണ് വന്നത്. ആദ്യം 3 അറ്റംപ്റ്റ് വരും എന്ന് പറഞ്ഞുകൊണ്ടൊരു നോട്ടിഫിക്കേഷൻ വന്നു. അവിടുന്ന് കൃത്യം 2 ആഴ്ച കഴിഞ്ഞിട്ട് ആ 3 പഴയതുപോലെ തന്നെ 2 അറ്റംപ്റ്റിലേക്ക് ലിമിറ്റ് ചെയ്യുകയും ചെയ്തു. അതിന് കുറച്ച് പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ അവരുടെ ഫസ്റ്റ് ഇയർ കോളേജ് NITയിലും മറ്റും പഠിക്കുന്ന കുട്ടികൾ ഡ്രോപ്പ് ചെയ്തിട്ട് കോച്ചിങ്ങിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് എന്ത് സംഭവിച്ചത്? പഴയ പോലെ തന്നെ റിപ്പീറ്റേഴ്സിന് അഡ്വാൻസ്ഡ് എക്സാം എഴുതാൻ സാധിക്കില്ല എന്നുള്ള ന്യൂസും കൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ആക്ച്വലി കറന്റ് കോടതിയിൽ അതിന്റെ കേസിന് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് കുട്ടികൾ പോയിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതാണ്, മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇൻഫർമേഷൻ ബ്രോഷറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാര്യമായിട്ട് പുതിയ മാറ്റങ്ങൾ എന്ന് പറയാൻ മാത്രം ഒന്നും വന്നിട്ടില്ല. എന്നാലും മേ ബി നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ബ്രോഷർ ഒന്ന് അനലൈസ് ചെയ്യുന്നത്. അതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ ഇൻഫർമേഷൻസ് തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മുടെ 23 IITകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. 23 IITകൾ ഉണ്ട്. അതും ഓരോ സോണുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സോണൽ ബേസിസിലാണ് പലപ്പോഴും എക്സാം സിറ്റികൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, അറേഞ്ച് ചെയ്യുന്നുണ്ടാവുക. സെൻട്രൽ സോണിൽ ഏതൊക്കെ IITs ഉള്ളതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി അറിയാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 23 IITകളുടെ ലിസ്റ്റും കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. ആൻഡ് നിങ്ങൾ ഇനിയും താഴേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാ. ഓൾറെഡി റിസർവേഷനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാകും. OBC NCL SC ST കാറ്റഗറിയിലൊക്കെ IITയിലും എന്തുണ്ട്, റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് എക്സാമിന്റെ പാറ്റേണിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിന്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. മെയ് 18-ാം തീയതി നമ്മുടെ ഏപ്രിൽ ഒരു 10-ാം തീയതിയോടുകൂടി എന്ത് അവസാനിക്കും, ജെഇ മെയിൻ സെഷൻ 2 അവസാനിക്കും. അവിടുന്ന് ഏകദേശം മോർ ദാൻ 1 മന്ത് കഴിഞ്ഞിട്ടാണ് അഡ്വാൻസ്ഡ് എക്സാം വരിക. മെയ് 18-ന് ഞായറാഴ്ച രാവിലെയും ഉച്ചക്കുമായിട്ട് 2 പേപ്പറിലായിട്ടാണ് നമ്മുടെ അഡ്വാൻസ്ഡ് എക്സാം നടക്കുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദി എക്സാമിനേഷൻ ഡേറ്റ് വിൽ റിമെയിൻ അൺചേഞ്ച്ഡ് ഈവൺ ഇഫ് ഇറ്റ് ഈസ് ഡിക്ലെയർഡ് എ പബ്ലിക് ഹോളിഡേ. മെയ് 18-ന് അഡ്വാൻസ്ഡ് എക്സാം നടന്നിരിക്കും. അന്ന് വേറെ എന്ത് വന്നിട്ടും കാര്യമില്ല. അവരോടൊക്കെ എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്, മാറ്റാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ കാറ്റഗറി വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടോപ്പ് 2.5 lakh കാൻഡിഡേറ്റ്സ്. ഇത് നിങ്ങൾക്കറിയാം, എല്ലാ ആളുകൾക്കും അഡ്വാൻസ്ഡ് എക്സാം എഴുതാൻ കഴിയില്ല പണ്ടത്തെ പോലെ. ജെഇ മെയിൻ എക്സാം എഴുതി അതിലെ ആദ്യം വരുന്ന 2.5 ലക്ഷം കുട്ടികൾക്കാണ് എക്സാം എഴുതാൻ പറ്റുള്ളൂ, അഡ്വാൻസ്ഡ് എക്സാം. അതിൽ തന്നെ ഓപ്പൺ കാറ്റഗറിയിൽ ടോട്ടൽ 1 ലക്ഷം കുട്ടികൾ ഉണ്ടാകും. ജനറൽ EWS കാറ്റഗറിയിൽ 25,000 കുട്ടികൾ ഉണ്ടാകും. OBC കാറ്റഗറി വഴി NCL കാറ്റഗറിയിൽ 67,500 കുട്ടികളെ സെലക്ട് ചെയ്യും. SC STയിലും 37,500-ഉം 18,750-ഉം. ഇങ്ങനെയാണ് ടോട്ടൽ 2.5 ലക്ഷം കുട്ടികൾ എന്ത് ചെയ്യുക, ജെഇ അഡ്വാൻസ്ഡ് എക്സാമിന് വേണ്ടിയിട്ട് എലിജിബിൾ ആയിട്ട് മാറുക. അതുപോലെ തന്നെ ഇതിന്റെ നമ്പർ ഓഫ് അറ്റംപ്റ്റ്, ഏജ് ലിമിറ്റ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ മുൻപേ പറഞ്ഞിട്ടുള്ളതാണ്. എ കാൻഡിഡേറ്റ് can attempt a maximum of 2 times in 2 consecutive years. അപ്പോൾ 3rd അറ്റംപ്റ്റ് എടുത്ത് ഒഴിവാക്കി എന്നുള്ളത് ഒന്നും കൂടെ ഇൻഫർമേഷൻ ബ്രോഷറിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, വന്നിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ്. നമ്മുടെ ജെഇ മെയിൻ സെഷൻ 2 കഴിഞ്ഞ് ഏപ്രിൽ 23-നാണ് അഡ്വാൻസ്ഡ് എക്സാമിന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അത് ക്ലോസ് ചെയ്യുന്നത് മെയ് 2-ാം തീയതി അത് ക്ലോസ് ചെയ്യും. ലാസ്റ്റ് ഡേറ്റ് ഫോർ ഫീ പേയ്മെന്റ് ഫോർ രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സ് മെയ് 5-ാം തീയതിയാണ്. അന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഫീസ് അടക്കുകയും വേണം. രജിസ്ട്രേഷൻ ഫീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1,600 രൂപയാണ് ഇന്ത്യൻ നാഷണൽസ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വരിക. അതുപോലെ തന്നെ SC ST PWD കാൻഡിഡേറ്റ്സിന് 1,600 രൂപയാണ്. ഓൾ അതർ കാൻഡിഡേറ്റ്സിന് 3,200 രൂപയാണ്. ഈ തവണ അഡ്വാൻസ്ഡ് എക്സാമിന്റെ ഫീസിലൊരു ഇൻക്രീസ്, ഒരു ഹൈക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഫോറിൻ നാഷണൽസിനും മറ്റുമൊക്കെ എത്ര ഡോളർ ആണെന്നുള്ളത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇന്ത്യൻ നാഷണൽസിലേക്ക് ഞാൻ നിങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സിന് 3,200 രൂപയും എല്ലാ കാറ്റഗറിയിലുമുള്ള ഗേൾസിന് 1,600 രൂപ മാത്രമേ ഉള്ളൂ. SC ST PWD കാറ്റഗറിയിലുള്ള എല്ലാ കുട്ടികൾക്കും ഇൻക്ലൂഡിംഗ് മെയിൽ ആൻഡ് ഫീമെയിൽ എത്രയുള്ളൂ, 1,600 ഉള്ളൂ. അതല്ലാത്ത എല്ലാവർക്കും 3,200 രൂപയാണ് അഡ്വാൻസ്ഡ് എക്സാം എഴുതാനുള്ള ഫീസ് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത് മെയ് 11 മുതലാണ് അഡ്മിറ്റ് കാർഡുകൾ അവൈലബിൾ ആയിരിക്കുക. കൃത്യമായിട്ട് നിങ്ങളുടെ എക്സാം സെന്റർ എവിടെയാണെന്ന് നമുക്ക് അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ നാവിഗേറ്റിംഗ് ത്രൂ സെക്ഷൻസ് തുടങ്ങി നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും അവരുടെ UI എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് എക്സാമിന്റെ സിറ്റീസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ IITകളിലും ഓരോ സോണുകളാക്കി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. IIT ബോംബെ സോണിലുള്ള സിറ്റീസ് ആണിത്. അതുപോലെ ഡൽഹി സോൺ ഉണ്ട്. നമ്മൾ തീർച്ചയായിട്ടും വരാൻ പോകുന്നത് നമ്മുടെ മലയാളികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ പഠിച്ച IIT തന്നെയാണ്. IIT മദ്രാസ് സോണിലാണ് നമ്മുടെ സിറ്റികളെല്ലാം വരാൻ പോകുന്നത്. കേരളത്തിലുള്ള സിറ്റികൾ
കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ തുടങ്ങി കേരളത്തിലും ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും എന്തുണ്ട്, ഈ എക്സാം എഴുതാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും തന്നെയാണ് ഇതിലുള്ള മെയിനായി പ്രധാനപ്പെട്ടും പറയേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മുടെ റെസ്പോൺസ്, നമ്മുടെ ആൻസർ ഷീറ്റ് മെയ് 18 എക്സാം. 22 മുതൽ കോപ്പി ഓഫ് കാൻഡിഡേറ്റ് റെസ്പോൺസസ് ടു ബി അവൈലബിൾ ആയിരിക്കും. 22 മുതൽ ഓൺലൈൻ ഡിസ്പ്ലേ ഓഫ് പ്രൊവിഷണൽ ആൻസർ കീ 26 മുതൽ അവൈലബിൾ ആണ്. ഓൺലൈൻ ഡിസ്പ്ലേ ഓഫ് ഫൈനൽ ആൻസർ കീ ജൂൺ 2 അവൈലബിൾ ആണ്. ഈ ജൂൺ 2 കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എന്തുമുണ്ടായിരിക്കും, നമ്മുടെ അഡ്വാൻസ്ഡ് എക്സാമിന്റെ റിസൾട്ടും പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് കാര്യം ഇതാണ്: മിനിമം പെർസെൻറ്റേജ് ഓഫ് മാർക്സ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ഇൻക്ലൂഷൻ ഇൻ ദ റാങ്ക് ലിസ്റ്റ്. റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്ജക്ട് വൈസ് കട്ട് ഓഫ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്ട് ഒഴിവാക്കിക്കൊണ്ടൊന്നും അഡ്വാൻസ്ഡ് എക്സാം വഴി IIT പോകാമെന്ന് സ്വപ്നം പോലും കാണണ്ട. 10% മാർക്ക് നമുക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലും ഉണ്ടായിരിക്കണം മിനിമം. ഇനി ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് അഗ്രിഗേറ്റ് സ്കോർ 35% ഉണ്ടായിരിക്കണം കോമൺ റാങ്ക് ലിസ്റ്റിൽ ഇടുന്ന നേടാൻ. 35%. ഓക്കെ, അപ്പോൾ അഡ്വാൻസ്ഡ് എക്സാമിൽ 35% എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഈ 17,000-ഓളം വരുന്ന റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവാറുള്ളൂ. പ്ലസ് കാറ്റഗറിയും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്രയും കുട്ടികളെ എത്താറുള്ളൂ. ജനറൽ EWS ആണെന്നുണ്ടെങ്കിൽ 31.5% മതി ടോട്ടൽ. OBC NCL ആണെന്നുണ്ടെങ്കിൽ 31.5%. SC/ST കുട്ടികൾക്ക് 17.5% വേണം, എന്നാലേ റാങ്ക് ലിസ്റ്റിൽ എത്തുള്ളൂ. ബാക്കി PWDയിൽ വരുന്ന ഓരോരുത്തരുടെയും മിനിമം കട്ട് ഓഫ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. റിസൾട്ടുകൾ ഓൾ ഇന്ത്യ റിസൾട്ട് നമ്മുടെ ജെയുടെ പോർട്ടൽ വഴി തന്നെ എന്ത് ചെയ്യും, പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇൻഡിവിജ്വൽ റാങ്ക് കാർഡുകളും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല, ആർക്കും സെൻഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നില്ല. ഇതിന്റെ കൂടെ തന്നെ ജസ്റ്റ് ഞാൻ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യുകയാണ്. നമ്മുടെ IIT-കളിൽ IIT ഖരഗ്പൂരിലൊക്കെ ആർക്കിടെക്ചർ കോഴ്സ് ഉണ്ട്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഇതിന്റെ കൂടെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. BARC പ്രോഗ്രാം ഈസ് അവൈലബിൾ അറ്റ് IIT BHU, IIT ഖരഗ്പൂർ, അതുപോലെ തന്നെ IIT റൂർക്കി. ഓൺലി 3 IITസിൽ മാത്രമാണ് ആർക്കിടെക്ചർ കോഴ്സ് ഉള്ളത്. കാൻഡിഡേറ്റ്സ് ഡിസൈറസ് ടു ജോയിനിങ് BARC പ്രോഗ്രാം വിൽ ഹാവ് ടു പാസ് ദി ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കൂടെ എന്ത് ചെയ്യണം, അവർ ക്വാളിഫൈ ചെയ്യേണ്ടി വരും. അതിനുള്ള സിലബസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻഫർമേഷൻ ബ്രോഷറിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഷെഡ്യൂൾ ഇങ്ങനെയാണ്: ഓൺലൈൻ രജിസ്ട്രേഷൻ ജൂൺ 2 മുതൽ ജൂൺ 3 വരെ. ആ എക്സാം നടക്കുന്നത് ജൂൺ 5-നാണ്. മെയ് 18 അഡ്വാൻസ്ഡ് എക്സാം ഒക്കെ കഴിഞ്ഞ് ജൂൺ 5-നാണ് ആർക്കിടെക്ചറിന്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുക. അതിന്റെ റിസൾട്ട് വരാൻ പോകുന്നത് ജൂൺ 8-ന്. ആൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൂടെ നമ്മുടെ ബ്രോഷറിലുണ്ട് റിഗാർഡിംഗ് ദി അഗ്രിഗേറ്റ് മാർക്സ് ഓഫ് 75%. അതും കൃത്യമായിട്ടുണ്ട്. ദി അഗ്രിഗേറ്റ് മാർക്സ് സ്കോർഡ് ബൈ ദ കാൻഡിഡേറ്റ്സ് ഇൻ 2025 ക്ലാസ് 12 or equivalent board examination will be considered for candidates who will appear in class 12 examination in 2025. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ വർഷം കംപ്ലീറ്റ് ആയവർക്കോ അല്ലാത്തവർക്കോ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രൈറ്റീരിയ എന്ത് ചെയ്യാൻ പോകുന്നത്, എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നതാണ് അഗ്രിഗേറ്റ് മാർക്ക് സ്കോർഡ് ബൈ ദ കാൻഡിഡേറ്റ് ഇൻ ഒന്നെങ്കിൽ +2 2024 കഴിഞ്ഞവരാവാം, അല്ലെങ്കിൽ 2025 അപ്പിയർ ചെയ്യുന്നവരാവാം. അവരുടെ +2 മാർക്കാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഇഫ് എ കാൻഡിഡേറ്റ് ഹാഡ് അപ്പിയർഡ് ഇൻ +2 in 2024 and wishes to improve his or her aggregate score to meet the aggregate score of 75% criteria, he or she can reappear for any number of subjects he or she wishes for improvement. Percentage mark in this situation will be calculated by considering the mark obtained in 2024 or 2025, whichever is higher in the respective subject in his or her attempts in 2024-2025. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം ഇതാണ്: നിങ്ങൾ 75% നിങ്ങളുടെ മാർക്ക് ഉണ്ടാവണം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എക്സാം എഴുതാനല്ല, അഡ്മിഷന് വേണ്ടിയിട്ട്. IIT-ലേക്കും NIT-ലേക്കും അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 75% മാർക്ക് വേണം. ഇനി ഏതെങ്കിലും ഒരു കുട്ടിക്ക് +2ന്റെ കൂടെ 75% മാർക്ക് കിട്ടിയില്ല, ആ കുട്ടി ഇംപ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്, തീർച്ചയായിട്ടും ആ കുട്ടിക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഇയറിൽ വരുന്ന ഇംപ്രൂവ്മെന്റ് എക്സാമുകൾ എഴുതാം. അങ്ങനെ ഇംപ്രൂവ് ആയിട്ട് സ്കോർ ഇംപ്രൂവ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേതാണോ ഹയർ സ്കോർ അത് തന്നെയാണ് കൺസിഡർ ചെയ്യുക. അങ്ങനെ 75%ലേക്ക് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് എത്താവുന്നതാണെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഓക്കെ, above will also apply correspondingly for candidates who first appeared in their class 12 examination in 2023, but examination board of 12 declared the results for the academic year 2022-23 on or after June 28, 2023. അപ്പോൾ കുറച്ചുകൂടെ മുന്നേ +2 കഴിഞ്ഞ കുട്ടികൾക്കുള്ള സിറ്റുവേഷൻ ആണത് എക്സ്പ്ലെയിൻ ചെയ്തത്. പിന്നെ ജോയിന്റ് സീറ്റ് അലൊക്കേഷൻ എന്ന് പറയുന്ന അതോറിറ്റിയാണ് അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നടത്തുക. ജോസ എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു സിസ്റ്റം വഴിയാണ് അഡ്മിഷൻസ് IIT-കളിലേക്കും NIT-കളിലേക്കും IIIT-കളിലേക്കും മറ്റ് ഗവൺമെന്റ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും എല്ലാം അഡ്മിഷൻ നടക്കുന്നത് ജോസ എന്ന് പറയുന്ന സിസ്റ്റം വഴിയാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഭാവിയിൽ എക്സാമിനേഷന് ശേഷം എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഇനി സിലബസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജനറൽ ടോപ്പിക്കുകൾ കെമിസ്ട്രിയുടെ സിലബസ് ആണത്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മുടെ JEE മെയിനിലും അതുപോലെ +2 ബോർഡ് എക്സാമിലൊക്കെ ഒഴിവാക്കിയ ടോപ്പിക്കാണ്. അതൊക്കെ ഇതിൽ വീണ്ടും വന്നിട്ടുണ്ട്. കെമിക്കൽ തെർമോഡൈനാമിക്സ് കാണാം, ഇക്വിലിബ്രിയം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ JEE അഡ്വാൻസ് എക്സാമിന്റെ സിലബസിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കാര്യമായിട്ട് എന്ത് വന്നിട്ടില്ല, കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ നമുക്ക് ധൈര്യമായിട്ട് പറയാം. അപ്പോൾ ഒരുപാട് ഡിലീറ്റഡ് ആണെന്ന് നമ്മൾ കരുതുന്ന ടോപ്പിക്കുകളൊന്നും എന്തല്ല,
ജെഇ അഡ്വാൻസ്ഡ് എക്സാമിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കെമിസ്ട്രിയുടെ എവറി ഡേ ലൈഫ് ഉണ്ട്, പ്രാക്ടിക്കൽ ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്, അതുപോലെ തന്നെ ബയോമോളിക്യൂൾസ് തുടങ്ങി എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഇനോർഗാനിക്കിൽ നിന്നടക്കം നമ്മൾ ഒഴിവാക്കി എന്ന് വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ ഡിലീറ്റഡ് ആയ എന്ന് പൊതുവെ കുട്ടികൾ ധരിച്ചിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ എന്താണ് ഇതിലേക്ക് തിരിച്ചു വരും. അപ്പോൾ യൂഷ്വലി ഡി ബ്ലോക്ക് ഉണ്ട്, എഫ് ബ്ലോക്ക് ഉണ്ട്, അതുപോലെ തന്നെ എല്ലാ ഗ്രൂപ്പുകളും പി ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ട്, എസ് ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ഉണ്ട്, എല്ലാ ചാപ്റ്ററും ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ജെഇ മെയിൻ സെറ്റ് ആക്കിയതിനു ശേഷം ഒരു NIT സീറ്റ് ഉറപ്പിക്കുക ജനുവരിയിൽ. അതിനുശേഷമുള്ള 4 മാസങ്ങളിലാണ് ഈ എക്സ്ട്രാ ടോപ്പിക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഇതുപോലെ തന്നെ മാത്തമാറ്റിക്സിലും പോയി കഴിഞ്ഞാലും വേറെ എന്തിനില്ല, നമുക്ക് ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ ഉണ്ട്. അറ്റോമിക് ന്യൂക്ലിയസ്, മോഡേൺ ഫിസിക്സ് എടുത്താൽ അതിൽ റേഡിയോ ആക്റ്റീവ് DK ഉണ്ട്, DK കോൺസ്റ്റന്റ് ഉണ്ട്, ബൈൻഡിങ് എനർജി തുടങ്ങിയ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് ഏതൊക്കെയാണോ നിങ്ങൾ ഡിലീറ്റഡ് ആണെന്ന് ധരിച്ചിട്ടുള്ളത് ആ ചാപ്റ്റേഴ്സ് എല്ലാം ഇതിലുണ്ട് എന്നുള്ളത് ഓർക്കുക. പിന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, അഡ്വാൻസ്ഡ് എക്സാമിൽ ഫിസിക്സിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സെമി കണ്ടക്ടേഴ്സ് എന്നുള്ള ഏരിയ ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററും എന്തിലില്ല, അഡ്വാൻസ്ഡ് എക്സാമിലില്ല. ഇതിപ്പോൾ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിസത്തിന്റെ സിലബസ് ആണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബയോട്ട് സവാർട്സ് ലോ തുടങ്ങി മാഗ്നറ്റിക് ഫീൽഡും ഫോഴ്സും ഒക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ എങ്ങോട്ടാണ് വരുന്നത്, പിന്നെ വരുന്നത് ആ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് എ കറന്റ് ലൂപ്പ്. അത് കഴിഞ്ഞ് EMI, ഫാരഡേസ് ലോ, AC-യിലേക്കാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ നമ്മുടെ എർത്തിന്റെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്നുള്ള ഏരിയ ഇല്ല. സെമി കണ്ടക്ടേഴ്സ് ഒന്നും അഡ്വാൻസ്ഡ് എക്സാമിന് ഇല്ല എന്നുള്ളത് ഓർക്കുക. പക്ഷെ അത് ചെറിയ ടോപ്പിക്കുകളാണ്. നമ്മൾ ബാക്കിയുള്ള ഡിലീറ്റഡ് ടോപ്പിക്സുമായി കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി അതെല്ലാം അവൈലബിൾ ആണല്ലേ, അതെല്ലാം ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് സിലബസിലേക്ക് വരികയാണെങ്കിൽ ഉള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഡ്രീം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറയുന്ന 23 IIT-കൾ. IIT ഭിലായ് ആൽഫബറ്റിക് ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. ടോട്ടൽ 23 IIT-കൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏത് IIT-യിലാണ് എത്താൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, കമന്റിലൂടെ അറിയിക്കണം. ഓക്കെ, സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അവസാനമായിട്ട് മെൻഷൻ ചെയ്യാനുള്ളത് ഈ ഒരു കാര്യമാണ്. 3ാമത്തെ അറ്റംപ്റ്റ് അവർ കൊണ്ടുവന്നു, പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് അത് റിമൂവ് ചെയ്തു. അത് ആക്ച്വലി ഒരു പ്രശ്നമായിരിക്കുകയാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിന്റെ ഹിയറിംഗ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ജെഇ അഡ്വാൻസ് 2025 3 അറ്റംപ്റ്റ് മാറ്റർ ലിസ്റ്റഡ് ഫോർ കോർട്ട് ഹിയറിംഗ്. കുട്ടികൾ കോടതിയിലേക്ക് പോവുകയാണ്. ഓക്കെ, സം പെറ്റീഷൻ ഇസ് ഓൾസോ സ്റ്റേറ്റ് ദാറ്റ് ദേ ലെഫ്റ്റ് ഇൻ ദർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കേരളത്തിലടക്കം NITs മറ്റും ഡ്രോപ്പ് ചെയ്ത് കോച്ചിങ്ങിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു 2 ആഴ്ച എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കുട്ടികളടക്കം ആക്ച്വലി ഇതിലുണ്ട്. അവരുടെ കോച്ചിങ് ഹബ്ബുകളായിട്ടുള്ള കോട്ടയിലേക്കും മറ്റും പോയി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയ ആളുകൾ അടക്കമുണ്ട്. സോ എ ടോട്ടൽ ഓഫ് 22 സ്റ്റുഡൻസ് ഫ്രം 12 സ്റ്റേറ്റ്സ് ഹാവ് ഫൈൽഡ് എ കേസ് അഗൈൻസ്റ്റ് ജോയിന്റ് അഡ്മിഷൻ ബോർഡ്, JAB എന്ന് പറയുന്ന ബോർഡിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. ഫോർ ചേഞ്ചിങ് ദ നമ്പർ ഓഫ് അറ്റംപ്റ്റ് ഫോർ ജെഇ എക്സാം അഡ്വാൻസ്ഡ് ഫ്രം 2 to 3 തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്നും നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്തൊരു കാര്യം തന്നെയാണ്, ആരും ഇവരോട് പ്രത്യേകം ചോദിച്ചിട്ടല്ല അറ്റംപ്റ്റിന്റെ നമ്പർ കൂട്ടിയത്. പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ ഒരു അനൗൺസ്മെന്റ് വന്നു. ഒരുപാട് കുട്ടികൾ ഹാപ്പിയായി, അവർക്ക് വീണ്ടും എഴുതാമെന്നുള്ള അവസരം വന്നു. അങ്ങനെ അവർ അതിനുവേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങി. കോളേജ് അടക്കം ഡ്രോപ്പ് എത്തിയിരിക്കുന്ന സമയത്താണ് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ ഡിസിഷൻ പിന്നിലേക്ക് കൊണ്ടുപോകുന്നത്, പഴയ പോലെ തന്നെ ആക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കുട്ടികളോട് കാണിച്ചിട്ടുള്ള ഒരു അനീതി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഡിസംബർ 20 മുതലാണ് ഈ ഹിയറിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ സുപ്രീം കോർട്ട് IIT കാൺപൂരിനോടും അതുപോലെ തന്നെ ജോയിന്റ് അഡ്മിഷൻ ബോർഡിനോടും എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. എനിവേ, ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കുക. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ അറിഞ്ഞു. ജെഇ അഡ്വാൻസ് എക്സാമിനെ കുറിച്ച് കൃത്യമായിട്ട് തന്നെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ജെഇ മെയിൻസ് തന്നെയാണ്. അത് ജനുവരിയിൽ ക്ലിയർ ചെയ്ത് ഒരു നല്ല പെർസെൻറ്റേജ് ഉണ്ടാക്കിയെടുത്താൽ ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്വാൻസ്ഡ് PYQസിലൂടെ നെക്സ്റ്റ് ലെവൽ എക്സാമിലേക്ക് പഠിച്ചു തുടങ്ങാൻ സാധിക്കും. അല്ലാതെ ഏപ്രിൽ എക്സാമിന്റെ പ്രഷർ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ കുട്ടികളെയും പോലെ തന്നെ നിങ്ങൾ അതായിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ്. അടുത്തൊരു മാസം അതിനുവേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുക.